നമ്മളുടെ സർക്കാരിന് ചെയ്യാവുന്നൊരു വലിയൊരു കാര്യമാണ് ഈ മതവിശ്വാസത്തിൻ്റെ ഭാഗത്ത്. അതൊരു വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതൊരു കാരണവശാലും നമ്മുടെ ഭൂമിയോ മറ്റുള്ള വ്യക്തിയെ സ്വാധീനിക്കുന്ന ഭാഗത്തോട്ടോ ഒരിക്കലും പോകാൻ പാടില്ല. അത് സർക്കാരിന് എടുക്കാവുന്ന വലിയൊരു തീരുമാനമാണ്. ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ ആ കുട്ടിയിൽ വിശ്വാസത്തിൻ്റെ യാതൊരു നെൽമണിയും പാകാൻ പാടില്ല, ഒരു വിത്തും പാകാൻ പാടില്ല. അത് ഏറ്റവും വലിയ ക്രൂരതയാണ്. കാരണം കുട്ടിയെ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ കുട്ടിയിൽ വിശ്വാസം പാകി കൊടുത്തിരിക്കുക. അത് ആ കുട്ടിയുടെ ജീവിതം തകർത്ത് കളയുന്ന ഭാഗമാണ്. കുട്ടി വളർന്ന് കുട്ടിയുടെ സവിശേഷത വളർന്നതിന് ശേഷം തിരിച്ചറിയുമ്പോൾ കുട്ടിക്ക് വിശ്വാസം വേണ്ടേ, അതൊക്കെ കുട്ടിയുടെ വ്യക്തിയുടെ താല്പര്യമാണ്. മനസ്സിലായോ? അതൊക്കെ വ്യക്തിയുടെ താല്പര്യമാണ്. അപ്പോൾ ഈ മതവിശ്വാസം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യർ തമ്മിലുള്ള ഏറ്റവും വലിയ അകൽച്ച ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ മതവിശ്വാസം. മതം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അത് മനോഹരമായിട്ട് ആ വ്യക്തി മതത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മനോഹരത കാണുമ്പോൾ മറ്റൊരാൾക്കും ആ ഭാഗത്തോട്ട് എത്താനുള്ള താല്പര്യം ഉണ്ടാകും. മതം കൊണ്ട് സ്പർദ്ധയും വൈരാഗ്യവും വിദ്വേഷവുമാണെങ്കിൽ അതെന്തിനാണ്? ആ മതം കൊണ്ട് എന്താ പ്രയോജനം? മതം സ്നേഹമാണെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ല. അത് ആരും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഒരു മതപരിവർത്തനത്തിന് ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. ആരും മതപരിവർത്തനം ചെയ്യേണ്ട കാര്യമില്ല. വ്യക്തി തന്നെത്താൻ ഓക്കെ എനിക്ക് വരുന്ന പരിവർത്തനം ഞാൻ കൂടുതൽ നന്നായിട്ട് അനുഭവിക്കാൻ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലോട്ട് ചാടുന്നതിന് പകരം എൻ്റെ മാനസിക അസ്വസ്ഥതയിൽ നിന്ന് സ്വസ്ഥതയിലോട്ട് ഞാൻ പരിവർത്തനപ്പെടുന്നു. അതല്ലേ വേണ്ടത്. അല്ലാണ്ട് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലോട്ട് ചാടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഓരോ വ്യക്തിക്കും വേണ്ടത് സ്വസ്ഥതയാണ്. അല്ലാണ്ട് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലോട്ടുള്ള ചാട്ടോ ഓട്ടോ ഒന്നും അല്ല ആവശ്യം. അപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാങ്കല്പികമായിട്ടുള്ള മതത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒന്ന് സസൂക്ഷ്മം പരിശോധിച്ചാൽ അവർക്ക് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ലാത്തതുകൊണ്ടാണ് അവരതിൻ്റെ പേരിൽ അടിയും വഴക്കും ബഹളവും വെക്കുന്നത്. അപ്പോൾ സർക്കാരിനെടുക്കാവുന്നൊരു ഏറ്റവും വലിയ തീരുമാനമാണ് മതവിശ്വാസം എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം അറിയേണ്ട കാര്യമാണ്. അതിനു മുമ്പ് വ്യക്തിക്ക് അതിനു വേണ്ടിയിട്ടുള്ള യാതൊരു പ്രേരണയും ആരും കൊടുക്കരുത്.